നിർത്ത. സച്ചി, സച്ചി, എന്നോടൊരു വാക്കുപോലും പറയാതെ എങ്ങോട്ടാ നീ ഒളിച്ചോടിയത്? ഒളിച്ചോടിയോ? ഞങ്ങൾ ആരുടെ ഒന്നും എടുത്തോണ്ടല്ലോ പോയത്. എത്ര നിസ്സാരമായി നീ അത് പറഞ്ഞു. എന്റെ മനസ്സും കൊണ്ടല്ലേ നീ പോയത്? പറ, നിനക്കൊന്നും പറയാനില്ലേ? എനിക്ക് ഒരുപാട് ജോലി തിരക്കുള്ളതാ, പോണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഒരാളോടൊന്ന് പോലെയാ നീ എന്നോട് പെരുമാറുന്നത്. ജീവിതത്തിൽ ഒരിക്കലും തമ്മി കാണരുതെന്നാ ഞാൻ കരുതിയത്. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? തെറ്റ് ചെയ്തത് ഞാനാ. എന്റെ നിലയോർക്കാതെ നിന്റെ താളത്തിനൊത്ത് തൊള്ളാൻ. ഓഹോ, ഇതൊന്നും നീ പറയുന്നല്ല. നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്ന ആരാ? എനിക്ക് ശരിയെന്ന് തോന്നുന്നതാ ഞാൻ പറയുന്നത്. എന്താ നിന്റെ ശരി? ശരിയും തെറ്റൊന്നും വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന സമയമല്ല ഇപ്പോ. എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. നീ ഒന്ന് നിന്നേ. നിന്റെ വഴി നീ കണ്ടെടുത്തല്ലോ, സന്തോഷം. വയ്ക്കൂ. പക്ഷെ നീ ഒന്നോർക്കണം, ഒരു പെണ്ണിനെ മോഹിപ്പിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ എന്ത് മോഹിപ്പിച്ചു എന്നാ നീ പറയുന്നേ? ഞാനെന്താ നിന്നോട് പ്രേമാഭ്യർത്ഥന നടത്തിയോ? ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അരുതാത്ത എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എന്ത് കാരണത്താലാണ് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരുന്നത്? സമ്മതിച്ചു, എല്ലാ തെറ്റും എന്റെ ഭാഗത്താ. അതിന് നീ എന്തിനാ എന്റെ സുധാമ എന്നിൽ നിന്ന് അകറ്റിയത്? നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കൊന്നും പറയാനില്ല. എനിക്കറിയണം, എന്താ നീ എന്നിൽ കണ്ടെത്തിയ തെറ്റ്? ഒരുപാട് സമ്പത്തുള്ള ഒരു വീട്ടിൽ ജനിച്ചു പോയതോ, അതോ സ്നേഹ സത്യമാണെന്ന് ധരിച്ചതോ? പറയ്. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണണ്ട. പക്ഷേ നീ ഇതിന് ഉത്തരം പറയണം. ഇല്ല, നിനക്ക് ഉത്തരം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കുറച്ചു മുമ്പ് നീ പറഞ്ഞല്ലോ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴിയെന്ന്. എന്റെ വഴി ഞാൻ തീരുമാനിച്ചു. നിന്നെ പോലെ മനസ്സുറപ്പില്ലാത്ത ഒരുവനോടൊപ്പം ജീവിക്കുന്നതിലും നല്ലത് ഞാൻ ഒറ്റയ്ക്ക് കഴിയുന്നതാ. എന്നെങ്കിലും ഒരിക്കൽ നീ കുറ്റബോധത്തോടെ എന്നെ തേടി വരും. അന്ന് ഈ അപർണയുടെ മറ്റൊരു മുഖമായിരിക്കും നീ കാണുക. നീ നഷ്ടപ്പെടുത്തിയ അപർണയുടെ മറ്റൊരു മുഖം. അപർണേ, നമുക്ക് പോണ്ടേ? വെറുതെ വാർഡന്റെ ചീത്തവിളി കേൾക്കണം. നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന വല്ലതും? ശോ, ഈ പ്രേമ തലയ്ക്ക് പിടിച്ചാലത്തൊരവസ്ഥയെ. ശരിയാ, പക്ഷേ എനിക്കിപ്പോ ആരോടും പ്രേമവും പ്രണയവും ഒന്നുമില്ല. ചില പ്രധാന കാര്യങ്ങൾ പറയാനാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എവിടെ തുടങ്ങണമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ. ഒരിക്കൽ സച്ചിയെ കണ്ടെത്താൻ നീ എനിക്കൊരു വഴി പറഞ്ഞു തന്നു. അതനുസരിച്ച് അച്ഛൻ എനിക്ക് കല്യാണാലോചനയും തുടങ്ങി. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ? അച്ഛന്റെ ഇഷ്ടം പോലെ അച്ഛൻ തീരുമാനിക്കുന്ന ഒരു കല്യാണത്തിന് സമ്മതിക്കുക. നീ എന്താ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോന്ന് പറയുന്നേ? ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? ഭ്രാന്ത് പിടിക്കാത്ത എന്തെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഞാൻ സച്ചിയെ കണ്ടിരുന്നു. എന്നിട്ട് അവനാകെ മാറിപ്പോയിരിക്കുന്നു. ഇനി ഒരിക്കലും കാണണ്ടെന്ന് പറഞ്ഞാ പിരിഞ്ഞത്. കാണണ്ട, കാണണോന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്നൊന്നും അല്ലല്ലോ. അല്ലെങ്കിലും ഈ ആണുങ്ങൾ എങ്ങനെയാ തരം പോലെ നിറം മാറും. എന്റെ സ്നേഹത്തിന്റെ ആഴം അവൻ മനസ്സിലാക്കിയില്ല.
ഇനിയൊന്നും പറഞ്ഞ് എനിക്ക് അവനെ ബോധ്യപ്പെടുത്താനും വയ്യ. അവൻ എന്നെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നീ കരയുവാണോ? കരയാനോ? ഞാനോ? എന്നെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടി ഞാനെന്തിനാ കരയുന്നേ? സച്ചി ചിലപ്പോ ആരുടെങ്കിലും പ്രേരണയ്ക്ക് വഴങ്ങി. അങ്ങനെ വഴങ്ങണോ? അവനൊരാണല്ലേ. തന്റെ അടുത്തോടു കൂടി അവന് പറഞ്ഞൂടെ അവൻ എന്റെ പെണ്ണാണെന്ന്? വേണ്ട, ഞാൻ എന്തിനാ ഇനി അതൊക്കെ ആലോചിക്കുന്നേ? അടഞ്ഞൊരധ്യായം. അപർണേ, വേണ്ട, നീ ഇനി ഒന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കണ്ട. ഇനി അച്ഛന്റെ കുറുപ്പച്ചന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കണം. മനസ്സിൽ നിന്നിപ്പോ എല്ലാ ഭാരവും ഇറങ്ങിപ്പോയതുപോലൊരു സുഖം. നീ വാ, നമുക്ക് പോണ്ടേ? ആ ഭാരമല്ല ഇപ്പൊ നിന്റെ മനസ്സിൽ കയറിയോ? വാടാ. എടാ മോനെ, ഇത്രയും വലിയ ബാഗും തൂക്കി നടന്നാലേ അതിനനുസരിച്ചുള്ള വക വല്ലതും കിട്ടുവോ? അല്ല, ഇവിടെ ഒരുത്തനുണ്ടല്ലോ, അവന്റെ കൈ കിട്ടുന്ന പോലെ ആവരുത്, അതുകൊണ്ട് പറഞ്ഞതാ. ആ, നീ വന്നോ? കട്ടൻ കാപ്പി എടുക്കട്ടെ? വേണ്ടമ്മേ, കവലേന്നൊരു ചായ കുടിച്ചു. വല്ലാത്തൊരു ക്ഷീണം. ഒത്തിരി യാത്ര ചെയ്യുന്നോണ്ടാ. നീ ചെന്ന് നന്നായിട്ടൊന്ന് കുളിക്ക, അപ്പൊ ക്ഷീണമൊക്കെ മാറും. അമ്മേ, ഞാൻ എന്നാ പറഞ്ഞേ കണ്ടു. കാണണമെന്ന് വിചാരിച്ച് കണ്ടതല്ല, വളരെ അപ്രതീക്ഷിതമായി. എന്നിട്ട് സംസാരിച്ചോ? എന്തിനാ നീ സംസാരിക്കാൻ പോയത്? പരിചയമുള്ളൊരു തമ്മി കണ്ട സംസാരിക്കണ്ടേ അമ്മേ? നീയും അപ്പൂട്ടയും കാണരുതെന്ന് കരുതിയിട്ടല്ലേ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോകുന്നത്? പിന്നെയും അമ്മ പേടിക്കണ്ട, ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഇനി പരസ്പരം കാണില്ലെന്നും തീരുമാനിച്ചു. നന്നായി, അത് തന്നെ മോനെ നല്ലത്. എന്റെ അമ്മയെ വിട്ട് മറ്റൊന്നും എനിക്ക് വേണ്ട. ആ, നിർത്ത് 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 നിർത്ത്. ബാക്കി താൻ വെച്ചോ. 50 75 മീറ്റർ നോക്കി കാശ് തന്നാ മതി. മീറ്റർ കീറ്ററൊക്കെ പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. ഞാനൊരു ഓട്ടോ ഡ്രൈവറാ, പെട്ടി ഓട്ടോ. ഒന്ന് പോടാവേ. ആ, പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, പോട്ടെ. ആ, പൂന്തോട്ടത്തിൽ തറവാട്. ഇവിടെ പൂന്തോട്ടമൊന്നും കാണുന്നില്ലല്ലോ. പൂന്തോട്ടം ഇല്ലേലും അകത്തിലെ തൊട്ടികളുണ്ടല്ലോ. എന്തോന്ന് കുറിപ്പ്? ആ, പരമേശ്വര കുറിപ്പ്. ഇറങ്ങി വാടോ പരമേശ്വര കുറിപ്പേ. ആരാ? താനാരാ? അയ്യോ, ടാർ വീപ്പയ്ക്ക് കൈയും കാലും വെച്ചോ? ഇയാൾ ആരാ? കുറുപ്പച്ച. ഉറക്കെ വിളിക്കണോ തന്നെ കുറുപ്പച്ചനെ? എനിക്ക് നല്ല 2 വർത്താനം പറയാനുണ്ട്. പാവങ്ങളോട് എന്തും ചെയ്യാന്നോ? ചോദിക്കാനും പറയാൻ ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ചോ? അയ്യോ, എനിക്ക് സ്ഥലം മാറിപ്പോയോ? അയ്യോ, ഇത് അമ്പലമാണോ? ദേവേന്ദ്രനാണോ എന്റെ മുമ്പിൽ നിൽക്കുന്നത്? ആരാടോ കല്ലേലി? അതെന്തിനാ അങ്ങോട്ട് ചോദിക്കുന്നേ? ദേവേന്ദ്രൻ ഇങ്ങോട്ട് ചോദിക്കേ, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു ബോധ്യപ്പെടുത്താൻ തന്നെ വന്നത്. എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ, കിടന്ന് ചിലക്കാതെ. കല്ലേലി, അയാള് പറഞ്ഞോട്ടടോ. സംഭവിക്കാത്തതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇതും അങ്ങ് നടക്കട്ടോ. ആ, പരമശിവന്റെ ആഗ്രഹം കൊള്ളാം. നാട്ടുകാരെ വിളിച്ചുകൂട്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടോ, പൂന്തോട്ടത്തിൽ പരമേശ്വര കുറുപ്പേ, 10-35 കൊല്ലം ഒരു പാവ സ്ത്രീ ഈ വീട്ടിൽ കിടന്ന് തൂത്തും തുടച്ചും അടുക്കള കിടന്ന് നിറങ്ങിയും
തനിക്കൊക്കെ വെച്ചു വിളമ്പി തന്നില്ലടോ. എന്നിട്ട് കണ്ണിച്ചോരല്ലാത്ത പ്രവൃത്തിയല്ലേ താനൊക്കെ കാണിച്ച്. ഒരു കാരണവും ഇല്ലായിരുന്നിട്ടും കാരണം ഉണ്ടാക്കി താൻ പുറംകാലം കൊണ്ടല്ലേ അവരെ ചവിട്ടി പുറത്താക്കിയത്. ഇതിന് ദൈവം പകരം ചോദിക്കുമെന്ന് ഞാൻ പറയുമെന്ന് താൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് തെറ്റി. അതിന് പകരം ചോദിക്കാൻ ഈ ബാലംപിള്ളയ്ക്ക് കരളുറപ്പുണ്ടോ? ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഞാനും നല്ല ഒന്നാന്തരം നായരാടോ. പറഞ്ഞു കഴിഞ്ഞോ? ആ, കഴിഞ്ഞിട്ടില്ല. എന്നാലും തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ കേൾക്കാം. ബാലംപിള്ളേ, ആ, സുധർമ്മ ഇപ്പൊ എവിടെയുണ്ട്? ആ, അതോലെത്തി. എവിടെ ഉണ്ടായ തനിക്കെന്താ? താൻ പറയാനുള്ളത് പറയടോ. എടോ, ആരോടും ഒന്നും പറയാതെയാ സുധർമ്മ ഇവിടുന്ന് പോയത്. ഇപ്പോഴും എനിക്കറിയില്ല എന്തിനാ അവള് പോയതെന്ന്. എന്റെ മുമ്പിൽ നാടകം കളിച്ചാണ്ടല്ലോ. ബാലംപിള്ളയുടെ സ്വഭാവം വെറും ചീത്തയാ. തന്നെ പേടിച്ചിട്ടൊന്നുമല്ല. നിങ്ങൾ സുധർമ്മയുടെ ആരാണെന്നും എനിക്കറിയില്ല. പക്ഷേ സുധർമ്മയ്ക്ക് ഇന്നും എന്റെ മനസ്സിൽ അവൾ കരുതുന്നതിൽ മേലെ ഒരു സ്ഥാനമുണ്ട്. അവൾ ഏത് നിമിഷം ഇവിടെ മടങ്ങി വന്നാലും ഈ തറവാട്ടിനൊരു സ്ഥാനമുണ്ടാവും. ഇല്ലെങ്കിൽ അവളൊന്ന് പറയട്ടെ, ഈ വയസ്സിന് എന്ത് തെറ്റാ ചെയ്തതെന്ന് പറയട്ടോ അവള്. ഇടോ ബാലംപിള്ളേ, തനിക്ക് മറ്റു വിരോധങ്ങളൊന്നുമില്ലെങ്കിൽ വാ, അകത്തിരുന്ന് സംസാരിക്കാം. വാടോ. വാടോ, അകത്തേക്ക് പോകാം. പേടിക്കണ്ട, വാ. ഇരിക്കണോ. ബാലംപിള്ളേ, സുധർമ്മയ്ക്ക് ഇവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെന്നോട് പറയേണ്ടതല്ലേ. കഴിഞ്ഞതൊക്കെ പോട്ടെ. അറിയാതെ പറ്റിപ്പോയതാ, ഒന്നും വിചാരിക്കരുത്. അതൊക്കെ ഞാൻ മറന്നിടൂ. ഏതായാലും താൻ ആള് കൊള്ളാം. എന്നാ ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ. പോകുന്നതിന് മുൻപ് സുധർമ്മയുടെ ആരാണെന്നും എവിടെയാണ് താമസമെന്നും പറഞ്ഞിട്ട് പോ. എന്റെ കുഞ്ഞമ്മയാ. ഓ, ഞങ്ങളങ്ങ് കൊക്കാത്തോട്ടിലാ താമസം. ഓട്ടോ സ്റ്റാൻഡില് ബാലംപിള്ള ഫേമസ് ആണേ. ആരും പറഞ്ഞുതരും. താൻ ഇവിടെ വന്നിട്ടൊരു ചായ പോലും തരാൻ പറ്റിയില്ലല്ലോടോ. അയ്യോ, ഇതിന്റെ കൂടെ അത് ശരിയാകത്തില്ല. എന്നാ ഞാനങ്ങോട്ട്. ഓ, ശരി. എന്റെ ഒരുപ്പുറത്തമ്മേ, എന്തായിരുന്നു പൂരം? ഇങ്ങനെയുണ്ടോ കാലമാടന്മാര്? എന്തോന്നാടോ തന്നെത്താനെ നിന്നിങ്ങനെ അല്ല സംസാരിക്കുന്നത്? കുറുപ്പച്ചൻ തോക്കെടുക്കുമെന്നാ കല്ലേലി വിചാരിച്ചത്. തോക്കോ? നല്ല കാര്യം. എടോ, ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെയായിരുന്നു. വെട്ടൊന്ന് തുണ്ടം രണ്ട്. എടോ കല്ലേലി, എന്തോ? സത്യം പറഞ്ഞാൽ എനിക്ക് അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല ചോരത്തളപ്പാ. കല്ലേലിക്കും തോന്നിയേ. എന്നാലും കുറുപ്പച്ചനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴാ. നാട്ടിൻ പുറത്തുകാരനല്ലേ, ഈ വലിപ്പ ചെറുപ്പമൊന്നും അയക്കറിയത്തില്ല. ഏതായാലും അവൻ വന്നത് നന്നായി. ഒന്നും മിണ്ടാതെ സുധർമ്മ ഓടിപ്പോയത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞല്ലോ. അത് ശരിയാ. മനസ്സിനതൊരു വിഷമമായി കിടക്കുകയായിരുന്നു. ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നിന്നതല്ലേ. പുറം ലോകത്തെ കുറിച്ച് വലിയ അറിവൊന്നും ഉള്ളവളുമല്ല. അതെ അതെ, ചീത്ത മനസ്സുള്ള ആളുകളാ ഇപ്പം കൂടുതലും. അങ്ങനെ വല്ലവരുടെ കയ്യിലും ചെന്ന് പെട്ടാലോ എന്നൊരു ആദിയും ഉണ്ടായിരുന്നടോ. ബാലംപിള്ളയുടെ വരവ് കൊണ്ട് ആ ഭയവും അങ്ങ് മാറി. ഏതായാലും സ്വന്തം ആൾക്കാരുടെ കൂടെ തന്നെയാണല്ലോ സമാധാനം. കല്ലേലി, സുധർമ്മ ഇങ്ങനെ നിന്ന നിൽപ്പിൽ ഓടാനും മാത്രം ഇല്ല. ഞാനൊന്നും പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. ഇനി വക്കീലിന്റെ വായിൽ നിന്നെന്തെങ്കിലും. അയാള് മനസ്സിൽ തീയും കൊണ്ട് നടക്കുകയല്ലേ. വക്കീല് തിരക്കിലാണോ? ഇല്ല. എന്താ? ഇന്നിവിടെ
തീരെ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി. എന്താ അച്ഛാ? എന്റെ ഓർമ്മയിലോ പറഞ്ഞറിവിലോ പൂന്തോട്ടം തറവാടിന്റെ മുറ്റത്ത് വന്നു നിന്ന് ഒരു കള്ളുകുടിയനും ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. അതാരാച്ചാ? നമുക്ക് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. അയാൾ അങ്ങനെ വന്ന് സംസാരിച്ചപ്പോ ഞാൻ ചിന്തിച്ചത് കേസിനെ കുറിച്ചല്ല, മറിച്ച് അയാളെ അങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് എന്താന്നാ. അത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാ അയാള് പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ നിന്നത്. അല്ലാതെ പൂന്തോട്ടം തറവാടിന് നേരെ ചൂണ്ടിയ വിരൽ പിഴുതെടുക്കാൻ കരുത്തില്ലാന്നിട്ടല്ല. അയാൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാനുള്ള കാര്യം എന്താ? സുധർമ്മയുടെ ചേച്ചിയുടെ മകനായ തളിരുകളുണ്ടു മതിക്കും വാസന്തങ്ങൾ